ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചെമ്പല്ലി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുള്ള് വെട്ടുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണേ. നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ് കേട്ടോ. കയ്യിൽ കൊണ്ടാൽ നന്നായിട്ട് മുറിയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വെട്ടണം. കുറച്ച് കട്ടിയുള്ള മുള്ളാണ് കേട്ടോ. അങ്ങനെ ചെമ്പല്ലി നമ്മൾ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മീനെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ കടുകിട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാതെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാതെ ഇനി നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാതെ. പെരുംജീരകം ചതച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പെരുംജീരകം ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ കറിയിൽ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ ഇത്. ഇവിടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി മല്ലിപ്പൊടിയോ അതേപോലെ ഉള്ളി തക്കാളി ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മീൻ കറിയാണ് ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറി കേട്ടോ. അത് വെക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അതായത് ഇന്ന് വെച്ച് നാളെയൊക്കെ ആകുമ്പോഴേക്കാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇതെല്ലാം നന്നായിട്ട് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. 1 2 3 4 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൽ 3 ടീസ്പൂൺ കാശ്മീരി മുളകും 1 ടീസ്പൂൺ എരിവുള്ള മുളകുമാണ് കേട്ടോ. കാശ്മീരി മുളകിന് തീരെ എരിവില്ലാത്ത മുളകാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് തീ കുറച്ചിടണം. തീ കുറച്ചിട്ടിട്ട് മുളക് ഇടാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ കുടംപുളി ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. കുടംപുളി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിയിലേക്ക് വേഗം
പുളി വേഗം പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ മീൻകറിയിൽ ഉള്ളിയോ തക്കാളിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഒരു സാധനവും നമ്മൾ ഇടുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറിൻ്റെ ഒരു പ്രത്യേകത. ഈ മീൻകറി പെട്ടെന്നൊന്നും കേടാവില്ല. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഇരുന്നാലും ഈ മീൻകറി കേടാവില്ല. അതുപോലെ തന്നെ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ചട്ടി പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. മൺചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് വേറെ ഒരു പാത്രത്തിൽ വെച്ചാലും കിട്ടില്ല. അപ്പം മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കണം നിങ്ങൾ വെക്കുമ്പം. അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ മീനൊക്കെ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. പക്ഷേ നാളേക്ക് ആകുമ്പോഴേക്കാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.